ഹായ് നമസ്കാരം. ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ ഈ ഒരു പുതിയ ഭാരവാഹിത്വം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തന്നൊരു ദൗത്യമാണ് ജനറൽ ബോഡി മെമ്മറി കാർഡ് ഇൻവെസ്റ്റിഗേഷൻ. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ട്, കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ EC-യിൽ അവതരിപ്പിച്ചു. ഇത് നമ്മുടെ വന്ന 11 ആൾക്കാരുടെ മൊഴികളാണ്. അപ്പോൾ ഇത് ഞാൻ EC-യിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ ചെയ്തു. ഇത് അമ്മയുടെ പ്രോപ്പർട്ടി ആയിട്ട് ഡോക്ടറിൽ പോകും. ആൻഡ് ഇതാണ് നമ്മളുടെ റിപ്പോർട്ട്. നമ്മുടെ ആദ്യത്തെ ഈ ഒരു ടീം വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മുടെ ദൗത്യം ഇവിടെ പൂർത്തിയായി. ഇനി നമ്മളുടെ കംപ്ലയിൻറ്റ്സ് വന്ന ആൾക്കാർക്ക് കോപ്പി കൊടുക്കും. ആൻഡ് അവർക്ക് എന്താണ് തീരുമാനം നമ്മളുടെ ഇവിടുത്തെ കഴിഞ്ഞു. ഇല്ല, ബിക്കോസ് കുക്കുവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ പ്രൂഫ് ഇവിടുത്തെ മിനിറ്റ്സ് ആയിട്ട് നമ്മളുടെ കമ്മിറ്റീൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നു. ആൻഡ് 11 പേരുടെ മൊഴികളാണ് ഞാൻ 11 പേരിൽ അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഉൾപ്പെടും. അന്നത്തെ മിനിറ്റ്സ് അതിൽ സൈൻ ചെയ്ത ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഒരുപാട് മൊഴികൾ എടുത്തിട്ടാണ് ഞങ്ങളുടെ 5-അംഗ കമ്മിറ്റി ഒരു കൺക്ലൂഷനിലെത്തിയത്. മെമ്മറി കാർഡ് എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വെച്ചാൽ അന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേർന്ന സ്ത്രീകളുടേതായ യോഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് ഒടുവിൽ അന്തരിച്ചു പോയ PPC ലളിത ചേച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളിടത്താണ് ഞങ്ങളുടെ ഫൈൻഡിങ്സ്. PPC ലളിത ചേച്ചി നമ്മളോടൊപ്പം ഇല്ലാത്തതിനാൽ അതെന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ കിട്ടിയ മൊഴികളിൽ കൂടുതൽ പേരും പറഞ്ഞത് PPC ലളിത ചേച്ചിയുടെ അടുത്തുണ്ട്. അവരത് പറഞ്ഞ കാര്യം ഒരു സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ ആ മെമ്മറി കാർഡ് PPC ലളിതയുടെ കയ്യിലുണ്ടായിരുന്നു എന്നിടത്താണ് ഈ അന്വേഷണം അവസാനിക്കുന്നത്. ഇതിൽ മറ്റാരും പ്രതികളോ കുറ്റക്കാരോ തെറ്റുകാരോ അല്ല എന്നുള്ളതാണ് ഫൈൻഡിങ്സ്. അമ്മയുടെ എൻക്വയറി കമ്മിറ്റി മാത്രമേ, നമ്മളൊരു ലീഗൽ ബോഡി അല്ല, അമ്മയുടെ ഒരു എൻക്വയറി കമ്മിറ്റിയാണ്. നമ്മുടെ എൻക്വയറി കമ്മിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. പിന്നെ അങ്ങനെയാണ് ബുക്ക് PPC ലളിതയ്ക്ക് കൈമാറിയതായിട്ട് സാക്ഷ്യം കൊടുത്തു. കൺസേൺ പറഞ്ഞ മൊഴികൾ ഇപ്പോൾ പുറത്തു പോകുമോ എന്നൊക്കെ ഉള്ളതായിരുന്നല്ലോ അതിൽ പരാതി ഉന്നയിച്ചവരുടെ കൺസേൺ. അല്ല, അപ്പൊ അതാണ് നമുക്ക് കുക്കു തന്ന ഒരു മൊഴിയിൽ ഉണ്ടായിരുന്നത്. കുക്കുവിന്റെ ഇതില് ഉണ്ടായിരുന്നത് ഇത്രയും വർഷം മുന്ന് ഒരു പ്രശ്നം ഉണ്ടാവാത്ത ഒരു കാര്യം. ഇത് ആക്ച്വലി എലക്ഷൻ വന്നപ്പോഴാണ് ഇത് പൊങ്ങിയത്. അപ്പോൾ ലാസ്റ്റ് ഇയറിന്റെ ഇലക്ഷനിൽ ഇത് വരാത്തൊരു കാര്യം ഈ ഇലക്ഷനിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ അതും ചോദ്യം ചിഹ്നമായിട്ട് തന്നെയാണ് ഉള്ളത്. 2018 നടന്നൊരു സംഭവമാണ്. 2025 വരെയുള്ള 7 വർഷക്കാലം ഇത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഇതിനുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരികയോ ചെയ്തിരുന്നില്ല. 2025-ലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് മെമ്മറി കാർഡ് കണ്ടവർ തന്നെ ആവണമെന്നില്ല, മൊഴി കൊടുത്തവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞാലും ഈ വിവരങ്ങൾ പുറത്തറിയും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിലെ വിവരങ്ങൾ എങ്ങനെ പുറത്തെത്തുന്നത്. അത് ആരും സ്കൂപ്പ് ചെയ്തെടുക്കുന്നൊന്നുമല്ല. ഈ കമ്മിറ്റി അംഗങ്ങൾ തന്നെ അവരുടെ മെമ്പേഴ്സിനോട് പറയും എന്താണ് നമ്മൾ നടന്നതെന്നുള്ള കാര്യം. അത് മറ്റ് മീഡിയകൾ എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡിലെ അവരവർ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടവർ തന്നെ മറ്റു പലരോടും പറഞ്ഞിരിക്കാം എന്നുള്ള നിയമനത്തിൽ അങ്ങനെ എത്തി. കാരണം സോളിഡായിട്ട് ഈ ഒരു മെറ്റീരിയൽ ആരും കണ്ടിട്ടുമില്ല. ഇപ്പോഴും
അത് അജ്ഞാതമായി. അപ്പോൾ അവരുടെ ബന്ധുക്കളുമായിട്ട് കുടുംബാംഗങ്ങളുമായിട്ട് വിഷയത്തിൽ പിന്നീട് സംസാരം ഞങ്ങളുടെ കമ്മിറ്റി അധികാരത്തിൽ ഭരണത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഇതിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉന്നയിച്ച അവരുടെ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊരു ഉറപ്പ് കൊടുക്കുകയാണ്. ഇതിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കും. ഞങ്ങളിതിൽ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ചോദിച്ച് മൊഴിയെടുത്ത് ഞങ്ങൾ തീരുമാനത്തിലെത്തില്ല. ആ തീരുമാനം നിങ്ങൾ അറിയിക്കും. അതിന് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ സീനിയറായിട്ടുള്ള 2-3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൈൻഡിങ്സാണത്. അവർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്മിറ്റി. അതായത് ഒത്തിരി നിയമപരമായി മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർക്ക് കോടതിയുടെ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫയൽ ഇനി തുറക്കാൻ പറ്റൂ. പക്ഷെ അതിന്റെ ആവശ്യം ഇപ്പോഴും അങ്ങനെയും പറയാം. രണ്ട് സൈഡിലും നമുക്ക് അത്രയല്ലേ, നമുക്ക് പറയുന്ന മൊഴി വെച്ചിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയാ, മിനിറ്റ്സിലുള്ള ഡോക്യുമെന്റ്സ് വരെ ഇതിലുണ്ട്. അപ്പോൾ മിനിറ്റ്സ് വെച്ചിട്ട് നോക്കിയ ഇതിലാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ വന്നത്. നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. നമ്മുടെ ഈ പ്രൊസീജിയർ അപ്പൊ ഈ റിപ്പോർട്ട് ഇനി നമുക്ക് കുറ്റം ഇത് മറ്റേ കംപ്ലൈന്റ് തന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. പിന്നെ അവർ തീരുമാനിക്കും. അവർക്ക് വേണമെങ്കിൽ കോടതി പോവുകയോ ഫർദർ പ്രൊസീഡിങ്സ് നടത്തുകയോ ചെയ്യാം. അത് നമുക്കൊരു ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആസ് എൻ ഓർഗനൈസേഷൻ ഞങ്ങളുടെ ഫൈൻഡിങ്സ് ഇതാണ്. ഇതിൽ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ പോലും ചില പരാതികൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇത് റിപ്പോർട്ട് കണ്ട ശേഷം തൃപ്തരാണ്. അല്ല, ഞങ്ങൾ അവരെ അല്ലാതെ ബോധ്യപ്പെടുത്തുക. ആദ്യമായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ചത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇത് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോയിൽ പറയുന്നത്. ഇനി ഇതിൽ പങ്കെടുത്തതിൽ ഭാഗവാക്കായിട്ടുള്ള അല്ലെങ്കിൽ മൊഴി തന്നിട്ടുള്ള ആർക്കെങ്കിലും ഞങ്ങൾക്ക് വീണ്ടും പരിശോധിക്കണം, ഞങ്ങൾ ഇത്രയല്ല എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വരികയാണെങ്കിൽ ദേ ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഈ റിപ്പോർട്ട് നമ്മൾ ഇസിന്റെ ഏത് മെമ്പറിന് വേണമെങ്കിൽ വായിക്കാം. വായിച്ചു കഴിഞ്ഞു വായിച്ചു. സീൽഡ് കവറുള്ള മൊഴികളാണ്. ഇത് നമ്മളിനി ആർക്കും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൺലി ടു ദ മീഡിയ. പക്ഷേ ഇസിയിൽ വെച്ചിട്ട് മറ്റേ മൊഴികളുടെ പേപ്പേഴ്സ് എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിലാണ് ഇത് സീൽ ചെയ്തത്. ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പരാതിക്കാർക്ക് ഇനി വളരെ നിയമ നടപടി സ്വീകരിക്കാം. ഷോ എത്ര പേജിലുള്ള റിപ്പോർട്ടാണ്? 35 അല്ല 35. ഇത് 2:45 എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈസി ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ ചർച്ച നമ്മുടെ. പിന്നെ നമ്മളിപ്പോൾ കുടുംബസംഘവും വരാൻ പോവാണ്. അപ്പോൾ അതാണ് മെയിൻ. ഈ 2 ടോപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് 2:45 3 o'clock ആയിരുന്നു നമ്മുടെ ഈസി. 2:45 എനിക്ക് അഡ്വക്കേറ്റ് തരുന്നു. 3 o'clock ഞാൻ പ്രസന്റ്. അവർക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് വായിച്ചു നോക്കാം. അല്ലേ, ഈ ഇത് മൊഴി തന്നിട്ടുള്ള ആൾക്കാർക്ക് അവരെല്ലാം സൈൻ ചെയ്തു. മെമ്പേഴ്സിനൊന്നും അയക്കില്ല. അത് ജനറൽ ബോഡിയിൽ നമ്മൾ ഇത് ഉന്നയിക്കും. ഇത് ഫുള്ള് പ്രസ് ബിക്കോസ് ഈസി കഴിഞ്ഞിട്ട് ജനറൽ ബോഡിയിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. ജനറൽ ബോഡിയിൽ എന്തായാലും ബിക്കോസ് ഇത് ഈ മീഡിയയുടെ മുമ്പിൽ വന്നത് തന്നെ ഓൺലി ബിക്കോസ് അവർ മീഡിയയിലാണ് പോയത്. ആദ്യം അമ്മേൻ്റെ ജനറൽ ബോഡിയിലല്ല ഈ പ്രോബ്ലം ഉന്നയിച്ചത്. അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഈ ഒരു എന്താ പറയുക August 15th ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളത് എന്താ പറയുക ആ കംപ്ലൈൻറ്റ് നിങ്ങൾ എടുത്തു നമ്മുടെ റിപ്പോർട്ട് റെഡി. സംഘടന സംബന്ധിച്ച ചാപ്റ്റർ ക്ലോസ് ആയി. പരാതി ഉന്നയിച്ചവർ ഇത് പോലീസിലൊക്കെ തന്നെ പരാതി നൽകിയിരുന്നല്ലോ. അപ്പം ഇവിടെ പരാതി BJPക്കും മുഖ്യമന്ത്രിക്കൊക്കെ ഈ ഒരു പരാതി നൽകുമെന്നാണെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അതിലെന്തെങ്കിലും ഇല്ല, നടപടി ഉണ്ടായിട്ടില്ല. പരാതി കൊടുത്തവർക്ക് പിൻവലിക്കുകയോ മുന്നോട്ട് പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ആരോപണമായിട്ടാണോ അമ്മയുടെ ഫൈൻഡിങ്സ്?
അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയല്ലേ ഇത് വന്നത്. ബിക്കോസ് നമ്മുടെ ഇലക്ഷനിൽ ഏറ്റവും ജാസ്തി ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഭാരവാഹിത്വം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത ആദ്യത്തെ ഡ്യൂട്ടിയാണ് അത്. ടാസ്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടാസ്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഒരു പേഴ്സണൽ ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചു. പല ആൾക്കാർ പല ഭാഗത്തു വന്നു. ഈ മൊഴി കൊടുക്കാൻ വന്ന 11 പേരും പല ബുദ്ധിമുട്ടുകൾ സഹിച്ച് തന്നെ വന്നിട്ടുള്ളത്. എല്ലാവരും മൊഴി കൊടുക്കാൻ വന്നു, ഒരാൾ പോലും അതിൽ മിസ്സായിട്ടില്ല അല്ലേ? എല്ലാവരും കോപ്പറേറ്റ്. അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഈ 11 പേരിൽ എല്ലാവരും ഇത് KPC കയ്യിലാണ് എന്നാണോ പറഞ്ഞത്? അല്ലല്ല, ഒരു ഭൂരിപക്ഷമുള്ള ഒരു അതെന്താ മൊഴിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിന് കുറച്ച് പ്രൂഫ്സ് എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ്. അത് ചിലരാണ് സംശയം പ്രകടിപ്പിച്ചു, ചിലർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനൽ ഫൈൻഡിങ്സ് അവസാനത്തെ ഒരു മൊഴി വളരെ നിർണായകമായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന എഴുപത്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൾ തന്നെ പറഞ്ഞു, എന്നോട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മുഖവിലേക്ക് എടുക്കും. പിന്നെ ബാക്കി മെജോറിറ്റി പറഞ്ഞതും അവരെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇത് ഇന്ന് വരെ നമ്മുടെ ജനറൽ ബോഡിയിൽ വരാത്ത ഒരു കംപ്ലൈന്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ള നമ്മുടെ ആദ്യത്തെ വിജയമാണ്. നിങ്ങൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കി സംഘടനയിലേക്ക് എടുക്കുന്നതിനെ കുറിച്ച് ഒരു മെമ്പറാണോ? നമ്മുടെ മെമ്പറല്ല. മെമ്പർഷിപ്പിൽ അപേക്ഷിക്കട്ടെ, അപ്പം നമ്മൾ ആലോചിക്കാം. നമ്മുടെ മെമ്പർ ആണെങ്കിൽ ആദ്യം നിങ്ങൾ ലെറ്റർ തരണം. ഒരു മെമ്പറല്ല. ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട്. അങ്ങനെ പറയുന്നില്ല, ചില ഓൺലൈൻ മാധ്യമത്തെ വാർത്തകളുണ്ട്. എനിക്കറിയാം ചില വാട്സപ്പിൽ വെച്ചിട്ടായി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നമ്മുടെ മുന്നോട്ട് ചില വാർത്തകൾ എന്തായാലും യാഥാർത്ഥ്യം. അല്ലല്ല, അങ്ങനെ അതല്ല. എനിക്കൊരു പുതിയ ഫോൺ എൻ്റെ ഹസ്ബൻഡ് തന്നു. അത് മാറാൻ വേണ്ടിയുള്ള ഒരു എൻ്റേതായ ഒരു അബദ്ധമാണ്. ഞാനാണ് ഡിലീറ്റ് ചെയ്തതെല്ലാം. സോറി, വേറെ ഒന്നുമല്ല. പക്ഷെ 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നു. അത് ആരും പറഞ്ഞില്ലല്ലോ. അതാണ് ഭയന്ന് പോയി. പക്ഷെ ഞാൻ എന്താ അവിടെ തന്നെ ഉണ്ട്. താങ്ക് യു സോ മച്ച് നിങ്ങൾ വന്നതിന്. ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. അത് മാത്രമേ ഉള്ളൂ. ആസ് എ എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് വാട്ട്. പിന്നെ ഫെബ്രുവരി 12 നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ കുടുംബസംഗമം നടക്കാൻ പോവാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയമിൽ. നിങ്ങളെല്ലാവരും ഏവരും സ്വാഗതം ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.